ഞാൻ ചെയ്തത് ശരിയല്ലേ? ഇത്രയും കാലം നമ്മുടെ മോളെ സംരക്ഷിച്ച കണിമംഗലത്തിനൊരാപത്ത് വരുമ്പോ അവരെ സഹായിക്കേണ്ടതല്ലേ? നമ്മുടെ മോളെ വളർത്തിയവര്, അവളെ മരുമകളായി ഒരു വലിയ കുടുംബത്തിലേക്ക് സ്വീകരിച്ചവര്, അവരൊക്കെയായിരുന്നു അവളുടെ താങ്ങും തണലും. 2 ദിവസത്തിനുള്ളിൽ എല്ലാ സ്വത്തുവകകളും രാധികമോളുടെയും വരുണിന്റെയും പേരിലാക്കുക. അത് കഴിയുമ്പോൾ വലിയൊരു കടമ ചെയ്ത് തീർത്ത സന്തോഷം എന്റെ മനസ്സിനുണ്ടാവും. അഖിൽ സാറിനും അതെ. നമ്മള് നമ്മുടെ മോളോട് പ്രായശ്ചിത്തം ചെയ്യുക. ദേവനാരായണൻ തിരുമേനിക്കും യശോദയ്ക്കും ഉള്ളത് പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. അഖിൽ സാറിന്റെ ആത്മാവ് മോക്ക് കാവലുണ്ടാവണം എപ്പോഴും. അഖിൽ സാറിനോട് എല്ലാം ഒന്ന് പറയായിരുന്നു. പറയാതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നന്നായി ശ്യാമേ. കണിമംഗലത്തിന്റെ കാര്യത്തില് ശ്യാമയുടെ തീരുമാനം വളരെ നല്ലതാ. ഇപ്പൊ അവര് വീണ പടുകുഴിയിൽ നിന്ന് ഒന്ന് കൈ പിടിച്ചുയർത്തി കൊടുത്ത ആ കുടുംബത്തിന്റെ സ്നേഹം മുഴുവൻ രാധികമോക്ക് കിട്ടും. എന്നെന്നും ഒരു കടപ്പാടോടെയായിരിക്കും അവര് രാധികമോളെ ഓർക്കുന്നത് തന്നെ. അവരെന്റെ മോളെ സ്വീകരിച്ചതിനുള്ള കടപ്പാട് എന്ത് ചെയ്താലും തീരില്ല എടുത്തേ. പിന്നെ ഇത് എന്നായാലും അവക്ക് കരുതി വെച്ചിരിക്കുന്നതല്ലേ. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ അടുക്കള വാതിലൊന്ന് അടച്ചിട്ട് വരാം. കുറച്ച് ജോലിയുണ്ട്. എനിക്ക് അഡ്വക്കേറ്റിനെ ഒന്ന് വിളിക്കണം. ശരി.